പശുമാമ്പഴം എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്തിലെ പോലെ തന്നെ എനിക്കിപ്പോഴും അതിനോട് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് എവിടെ കണ്ടാലും പറ്റിയ സാഹചര്യമാണെങ്കിൽ ഞാനത് എന്തായാലും പറിച്ച് കഴിച്ചിട്ട് തന്നെ പോകൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരത്തായിട്ടൊരു കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. അവിടെ പോയതാണ്. അവിടെ 3-4 കശുമാവുണ്ട്. കശുവണ്ടി കുറച്ച് വീണ് കിടക്കുന്നത് കണ്ടിട്ട് അവിടെ പെറുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞങ്ങൾ പോകുന്ന വഴിയാണ്. ഞങ്ങളുടെ ആ സ്ഥലത്തിൻ്റെ അടുത്തുള്ള റോഡൊക്കെയാണ് കേട്ടോ. അടിപൊളി സ്ഥലങ്ങളാണ്. രാവിലെ ഒരു 8 മണി സമയമാണ്. ഇളം വെയിലും നല്ല ഒരു ഇളം കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു അന്നേരം. അങ്ങനെ മനോഹരമായ സ്ഥലങ്ങളാണ്. അവിടെയുള്ള പിള്ളേരുടെ ഒരു മിനി സ്റ്റോറാണിത്. സ്കൂളടച്ചപ്പോൾ പിള്ളേരുടെ കലാപരിപാടിയാണ്. കുട്ടികളൊക്കെ ലീവിലാണ്. കുറച്ച് ദിവസമായിട്ട് അവർ കട തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. സാധനങ്ങളൊക്കെ തീർന്നതുകൊണ്ടാണെന്നാണ് പിള്ളേരെന്നെ അറിയിച്ചത് കേട്ടോ. നമ്മുടെ കശുമാവ് ഒക്കെ ഇതാണ്. പിന്നെ അതിനകത്തുള്ള ഒരു മനോഹരിയായ പ്ലാവാണ്. കുറേയും കൂടി ചക്ക ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും എല്ലാവരും പറിച്ചൊക്കെ എടുത്തു. ഞാൻ 2-3 കൊണ്ടുവന്നു. അപ്പം ഞാനങ്ങനെ പണി തുടങ്ങാനായിട്ടുള്ള റെഡിയായിട്ട് നിൽക്കുകയാണ്. ഗ്ലൗസൊക്കെ ഇട്ടേ. മാമ്പഴം പറക്കാനല്ലേ, മണക്കും. ബസ്സിലൊക്കെ കയറി പോകുമ്പോഴത്തേനും മൊത്തത്തിലൊരു നാറ്റക്കേസാവും. നിലം തൊടാതെ കുറച്ച് കശുമാമ്പഴം ഞാൻ പറിച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. നല്ല പഴം നോക്കിയിട്ട് അത് ഞാൻ കറമുറ തിന്നുകയാണ്. പിന്നെ ഞാൻ രാവിലെ ഒരു മുട്ട പുഴുങ്ങി കഴിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ പോയത്. 2 മണിക്കൂറത്തെ പണിയുണ്ടായിരുന്നു അവിടെ. ഇതെല്ലാം പിറക്കി ഇരിഞ്ഞ് ഒക്കെ വരാൻ. ചപ്പൊക്കെ കിടക്കുന്നതുകൊണ്ട് അത് തട്ടിമുട്ടി കിള്ളിയൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. എന്തായാലും അതിനെല്ലാം പിറക്കി കൂട്ടി വന്നപ്പോഴത്തേനും ഇത്ര സമയമായി. പക്ഷെ ഞാൻ ഈ 2 മണിക്കൂർ സമയം ഈ ജോലിയൊക്കെ ചെയ്തെങ്കിലും പിടിച്ച് നിന്നതുണ്ടല്ലോ. ഒരു 5 കശുമാമ്പഴം ഇടയ്ക്കിടയ്ക്കായിട്ട് കഴിച്ചു കേട്ടോ. അതിൻ്റെ ബലത്തിലാണ് ഞാൻ നിന്നത്. അതുകൊണ്ട് എനിക്ക് ഒട്ടും വിശപ്പ് തോന്നിയില്ല, ദാഹവും തോന്നിയില്ല. പിന്നെ വെള്ളമൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഭയങ്കര നല്ല അടിപൊളി ഒരു പാനീയമാണ് കേട്ടോ കശുമാമ്പഴം. ഈ മാമ്പഴം പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ നേരത്തെ ഒക്കെ ജാമുണ്ടാക്കും, ജ്യൂസ് ഉണ്ടാക്കും. നല്ല പണിയാണ്. പിഴിഞ്ഞെടുക്കണം, പിന്നെ അതിൻ്റെ കറ കളഞ്ഞെടുക്കണം. അതുപോലെ അതിനെ വറ്റിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് വിറകൊക്കെ കത്തിച്ച് കുറേ സമയം വെക്കണം. പക്ഷേ അത് കുറേ നാളിരിക്കുമായിരുന്നു കേട്ടോ. ഞാനത് ഈ പിള്ളേരൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. ചെറുപ്പത്തിൽ ഈ കശുമാമ്പഴം പറക്കലൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. എന്നാലും നമുക്ക് നിവൃത്തിയില്ലല്ലോ, പിറക്കിയെടുക്കണമായിരുന്നു. അന്നത്തൊക്കെ വില എന്ന് പറയുന്നത് ചെറിയ പൈസയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ ഒത്തിരി കശുമാന്തോട്ടം ഉണ്ടാവും. കശുവണ്ടി ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട് അന്നേരം. ഇപ്പോൾ കശുവണ്ടിയുടെയൊക്കെ അളവ് കുറഞ്ഞു, കൃഷി കുറഞ്ഞു. അപ്പോഴത്തേക്കും വിലയും കൂടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുള്ള വില കൂടുതൽ. എല്ലാത്തിനും അങ്ങനെയാണല്ലോ, വില കൂടുതലാണല്ലോ ഇപ്പോൾ. അങ്ങനെ 1 മണിക്കൂറിൻ്റെ പണി 2 മിനിറ്റും കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ഷീണം മാറ്റാൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ടോണിക്ക് കഴിച്ചുകൊണ്ടേയിരുന്നു. നല്ല മധുരമാണിതിന്. വേറൊരു ചുവപ്പ് കളറുള്ളതുണ്ടായിരുന്നു, അതിനത്ര മധുരമില്ല, ഒരു പുളി കൂടിയതായിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂറിൻ്റെ പണി എൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാം സെറ്റായി. ഇനി വാരിപ്പെറുക്കി പോവുകയാണ് ഞാൻ കേട്ടോ. തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ദൂരത്തുള്ള മലയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഈ റോഡിലേക്ക് കുറച്ച് ദൂരം, കുറച്ച് അടുത്തടുത്തല്ല, ഞങ്ങൾക്ക് മെയിൻ റോഡിൽ നിന്ന് ഈ റോഡ് കുറച്ച് കുത്തനെ ഇറക്കമുണ്ട് ഇടയ്ക്ക്. ഒരു കുറച്ച് ഭാഗം കയറാനായിട്ട് ഭയങ്കര മടുപ്പാകും നമുക്ക്. ബാക്കി സ്ഥലം ഓക്കെയാണ്. ഇതുണ്ടോ ഞങ്ങളുടെ മലയോര ഹൈവേയുടെ ഭാഗമാണ് താഴെ കണ്ട റോഡ്.
പിന്നെ വീട്ടിലെത്തി. ഞാൻ സ്കൂട്ടി എടുത്ത് കരുവഞ്ചാലി കൊണ്ടുവച്ചിട്ടായിരുന്നു പോകുന്നത്. സ്കൂട്ടി എടുത്തിട്ട് തിരിച്ച് കയറി പോകുന്നു. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ചാടപട കുറേ പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു കേട്ടോ. കോഴീനെ ഒന്ന് നോക്കണമായിരുന്നു. അവിടെ കിടന്ന് ചിലപ്പോൾ കൊത്തും ബഹളമൊക്കെ നടത്തുന്നവർ. മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. 3 മുട്ട കിട്ടി. ചെന്ന് നോക്കുമ്പോൾ തന്നെ പിന്നെ ഇതാ ഓടിപ്പാഞ്ഞ് നടന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വന്നത്. കുറച്ച് മൈലാഞ്ചി അപ്പുറത്ത് വന്ന വഴിക്ക് ഒരു വീട്ടിൽ കയറി കുറച്ച് മൈലാഞ്ചി പറിച്ചേ. മൈലാഞ്ചിയുടെ എന്തിനാണെന്ന് നമുക്കറിയാവോ? ഇതെന്താണെന്ന് മനസ്സിലായോ? കുറച്ച് ആളുകൾക്കെങ്കിലും അറിയായിരിക്കും. നമ്മൾ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നൊരു സമയമാണല്ലേ ഇത്. ബയോഗ്യാസാണ് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അറിയാമല്ലോ. ഇപ്പോൾ ഗ്യാസിനൊക്കെ എന്താ വില എന്ന് മാത്രമല്ല കിട്ടാനില്ല എന്നുള്ളതാണ്. ഗ്യാസിൻ്റെ ക്ഷാമം അല്ലേ, അതിൻ്റെ പേരിൽ എല്ലാവരും വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത് ആ കാണുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ കറുപ്പ് കാണുന്ന അതിനകത്ത് ഇപ്പോൾ കാണുന്നത്ര അളവ് അത് ഗ്യാസാണ്. പിന്നെ ഞാൻ കൊണ്ടുപോയി അതിനകത്തേക്ക് ഇട്ടത് എന്താണെന്ന് അറിയുമോ? മീനിൻ്റെ വേസ്റ്റാണേ. ഞാൻ വന്ന വഴിക്ക് കടയിൽ നിന്ന് മീനിൻ്റെ വേസ്റ്റ് മേടിച്ചു. ഒരു പാത്രമൊക്കെ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകും ഇടയ്ക്കിടയ്ക്ക്, മീൻ വേസ്റ്റ് ആവശ്യമുള്ളപ്പോഴേ. മീനിൻ്റെ വളമെല്ലാം കോരി ഒഴിച്ചു. ആ വരുന്ന വേസ്റ്റ് വെള്ളം വളമാണ്, അതൊഴിച്ചു. എനിക്കുണ്ടല്ലോ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്ന ദിവസമാണ് എൻ്റെ ഏറ്റവും സംതൃപ്തമായിട്ടുള്ളൊരു ദിവസമേ. അലസമായിട്ട് ഇങ്ങനെ ഒരു ദിവസം കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര ഒരു കുറ്റബോധം എന്നല്ല, ഒരു തൃപ്തിയില്ല അന്നത്തെ ദിവസം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും. എന്നാലും അങ്ങനെ എല്ലാം കൂടെ ചെയ്ത് ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് തീർക്കുന്ന അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സംതൃപ്തിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ബയോഗ്യാസിൻ്റെ അടുപ്പ്. നല്ല നീല തീ കത്തുന്നുണ്ടോ? ചില സമയം അതിനകത്തൊരു ചെറിയ ചുവപ്പ് തീ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല നീല തീയാണ്, നല്ല ശക്തിയുണ്ട് തീക്ക്. ചില നമ്മൾ ഇടുന്ന വേസ്റ്റിൻ്റെ അനുസരിച്ചാണ് എന്താണെന്നറിയില്ല, ചില സമയത്ത് കുറച്ച് ചുവപ്പ് തീ വരും. പക്ഷേ ഇപ്പോൾ നല്ല നീലത്തീയല്ലേ, കണ്ടോ? പിന്നെ നമ്മുടെ കോഴിപ്പിള്ളേർക്ക് കുറച്ച് വേസ്റ്റല്ല, ഇച്ചിരി പഴയ സാധനങ്ങളൊക്കെ ഇരുന്നതൊക്കെ കൂടെ ഞാൻ എടുത്ത് കൊണ്ടുപോയി അതെല്ലാം അവർക്ക് കൊടുത്തേ. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സമീകൃത ആകാരമുണ്ട്, അതും ഞാൻ കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നെ ചപ്പൊക്കെ പറിച്ച് കൊടുക്കും. ഒരു മുട്ടയും കൂടെ അന്നേരവും കിട്ടി. ഇപ്പം ഞാൻ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഗ്യാസിൻ്റെ കുറച്ച് അളവ് കുറഞ്ഞു. പിന്നെ ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചു, ഒന്ന് ഫ്രഷായി. പിന്നെ ഇതാ ഞാൻ അരച്ച് വെച്ച മൈലാഞ്ചി കണ്ടിരുന്നേ, മൈലാഞ്ചി നന്നായിട്ട് അരച്ച് വെച്ചിരുന്നത് കുറേ സമയം ഇരുന്നപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഇളകി കേട്ടോ. ഈ മൈലാഞ്ചി തേച്ചാൽ തലയ്ക്ക് നല്ല തണുപ്പാണ്, തണുപ്പ് കിട്ടേണ്ടവർക്ക് അടിപൊളിയാണ്. പിന്നെ പ്രധാനമായിട്ട് ഇത് പറഞ്ഞാൽ ഇത് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കുണ്ടല്ലോ മുടി പൊഴിച്ചിൽ ഒട്ടും തന്നെ ഉണ്ടാകത്തില്ല. എതിൽ പോകുമെന്ന് അറിയില്ല കേട്ടോ. ആ മുടി പൊഴിച്ചിൽ നല്ല മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് തേച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഉണ്ടാകില്ല മുടി പൊഴിച്ചിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും. ഇത് ആഴ്ചയിലൊരു ദിവസം തേച്ചാൽ നല്ല സൂപ്പർ സംഭവമാണ്. എനിക്കൊക്കെ അങ്ങനെ അധികം തേക്കത്തില്ല, തണുപ്പ് കൂടുതൽ കഫക്കെട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. കഫക്കെട്ടില്ലാത്തവർക്ക് അടിപൊളി സാധനം. ഞാൻ തേക്കുന്നത് ഇതിനു വേണ്ടി മാത്രമല്ല, അതിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ജോലികളൊക്കെ ബാക്കി അടിച്ചു പൊളിച്ച് ഞാൻ തീർക്കുകയാണേ. ഈ പാത്രങ്ങളെല്ലാം എന്ത് ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് അതിന് മുമ്പിലത്തെ ഒരു വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നു. ഞാനതിനെ മഴ വന്നപ്പോൾ വരയ്ക്കാതിരുന്ന പാത്രങ്ങളെല്ലാം കൊണ്ട് മഴയത്തേക്ക് വെച്ച് വെള്ളം പിടിച്ച് വെച്ചത്. ഇനി അവരെ തേച്ച് കഴുകി ഉണക്കിയെടുത്തേ ഇരുന്ന സ്ഥലത്തേക്ക് വയ്ക്കണം. അല്ലെങ്കിൽ പാത്രം അവിടെ പുറത്ത് കിടന്നാലേ വഴിയേരുകാണ്, പാത്രം പെറുക്കുകാരൊക്കെ വരാറുണ്ട്. പറയാൻ പറ്റത്തില്ല, മോശം ആൾക്കാരാണ് വരുന്നെങ്കിൽ എല്ലാം ഇടിച്ച് ഇളക്കി എടുത്തുകൊണ്ട് പോകും. ഞാൻ ബയോഗ്യാസിനകത്തേക്ക് മീനിൻ്റെ വേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നന്നായിട്ട് ഗ്യാസ് ആയിട്ടുണ്ട്. പാത്രമൊക്കെ നന്നായി നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇത്രയല്ല, ഇനിയും അറിയാനുണ്ട് കേട്ടോ. ഈ കറുത്ത ടാങ്ക് കാണുന്ന ഇത്രയും ഗ്യാസാണ്, അതിനേക്കാൾ കുറേയും കൂടെ ഇത് പൊങ്ങി വരുവേ. ഇത് 1000 ലിറ്ററിൻ്റെയാണ്. അപ്പം അങ്ങനെ ഇതാ മൈലാഞ്ചി തലയെ കളർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ തേച്ചത് കേട്ടോ. പിന്നെ പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ചു അടിപൊളിയായി. ഇന്നത്തെ ദിവസം വളരെ സംതൃപ്തമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.